ഓരോ കുഞ്ഞുങ്ങളുടെയും ജനനം ഉണ്ണിക്കണ്ണനെ പോലെയും ഉണ്ണി യേശുവിനെ പോലെയും ഒക്കെയാണ്. നാം മുതിർന്നവർ കുഞ്ഞുങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് അതാണ്. പക്ഷേ പല കുഞ്ഞുങ്ങളും വളർന്നു വരുമ്പോൾ യൂദാസും കംസനും ദുര്യോധനും ഒക്കെയായി മാറുന്ന കാഴ്ചയാണ് നാം ജീവിതത്തിൽ കാണുന്നത്. ഇതുപോലെയാണ് ഓരോ പുതുവർഷവും. എല്ലാ ന്യൂ ഇയറിനും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ പല നല്ല തീരുമാനങ്ങളും എടുക്കും. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അവ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 2026 നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കണം എടുക്കേണ്ടത്. കാരണം ആ 3 കാര്യങ്ങളിൽ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും വരാൻ പോകുന്ന എല്ലാ വർഷവും നിങ്ങൾക്ക് വിജയം നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനകത്ത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം പണത്തിന് പിന്നാലെ ഓടരുത്. പണം നമ്മുടെ പിന്നാലെ വരണം. എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? സാധാരണ നാം ന്യൂ ഇയർ റെസൊല്യൂഷൻ തയ്യാറാക്കുമ്പോഴെല്ലാം നാം ഫോക്കസ് ചെയ്യുന്നത് പണം സമ്പാദിക്കുന്നതിനെ പറ്റിയിട്ടാണ്, അതിനുള്ള മാർഗങ്ങളാണ്. ഇവിടെ നാം ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. പണത്തിന് പകരം പണം ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നാം ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നിങ്ങൾ തയ്യാറാക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൻ്റെ കാരണം, നമ്മളുടെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങൾ വലുതാണെങ്കിൽ നാം ആ ആഗ്രഹ പൂർത്തീകരണം നടത്തുന്ന സമയത്ത് ആ പണം സ്വാഭാവികമായി കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇല്ലാതെയാകും. പണം എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരുപോലെ നിൽക്കണമെന്നില്ല. സമ്പത്ത് ഇന്ന് വരാം, നാളെ നഷ്ടപ്പെടാം. പക്ഷേ സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് നിങ്ങൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്കില്ല് നിങ്ങളെ വിട്ടുപോവുകയില്ല. സമ്പത്ത് നഷ്ടപ്പെട്ടാലും പണം ഉണ്ടാക്കാൻ പറ്റുന്ന ആ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കഴിയും. രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം റിലേഷൻഷിപ്പാണ്. നല്ല ബന്ധങ്ങൾ നാം ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല ബന്ധങ്ങളെ നിലനിർത്താനും വളർത്താനും കണ്ടുപിടിക്കാനും ഒക്കെയുള്ള ഒരു കഴിവാണ് രണ്ടാമതായിട്ട് നാം ഈ 2026 ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അതും നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ കയ്യിൽ എത്രയധികം പണം ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമ്മളുടെ ആവശ്യത്തിന് ആ പണം ഒന്നും ഉപകരിക്കില്ല. നമ്മളുടെ കണ്ണില് ഒരു നിസാരം ഒരു പൊടി വീണാൽ പോലും ഒന്ന് ഊതി തരണമെങ്കിൽ, അതൊന്ന് എടുത്തു തരണമെങ്കിൽ ചിലപ്പോൾ മറ്റൊരു മനുഷ്യന്റെ സഹായം നമുക്ക് വേണ്ടി വരും. നമുക്കറിയാം, 2018 വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് കടലിന്റെ മക്കളാണ് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി എത്തിയത്. വളരെ സാധാരണ ജീവിതം നയിക്കുന്ന, അവരിൽ ഭൂരിഭാഗം ആളുകളും പാവപ്പെട്ട നിലയിൽ കഴിയുന്നവരാണ്. അവരുടെ സഹായമാണ് പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയത്. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു സഹായം തേടേണ്ടി വരുമെന്ന്. നമ്മളുടെ പ്രിയപ്പെട്ട നായകൻ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ ചെമ്പിനകത്ത് കയറി വെള്ളത്തിൽ, ആ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടുന്ന ആ ഒരു ചിത്രമൊക്കെ നാം കണ്ടതാണ്. എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് മറ്റു മനുഷ്യരുടെ സഹായം ആവശ്യമായിട്ട് വരാം. അതുകൊണ്ടാണ് നാം തീർച്ചയായും നല്ല വ്യക്തിബന്ധങ്ങൾ വളർത്തിയെടുക്കണം എന്ന് പറയുന്നത്. അതിന് നമ്മളുടെ സ്വഭാവത്തില് മറ്റുള്ളവരെ നാം വെറുപ്പിക്കുന്ന തരത്തില്, മറ്റുള്ളവരോട് അകലം വരുന്ന തരത്തില് എന്തെങ്കിലും സ്വഭാവത്തിൽ നമുക്ക് വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ആളുകളെ ആകർഷിച്ച് നമ്മുടെ കൂടെ നിർത്തുന്ന, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അവരോടൊപ്പം ചേരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ വളർത്തിയെടുക്കാനുള്ള കഴിവുകൾ നിങ്ങൾ ഈ 2026 ആർജിക്കണം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മെന്റൽ ഹെൽത്ത് ആണ്. നാം ഈ അടുത്ത സമയത്ത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട്. ചിലർ വ്യായാമം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിനകത്തൊക്കെ നാം നല്ല പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നാം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മളുടെ മാനസിക ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്നില്ല. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നാം ഒന്നും ചെയ്യുന്നില്ല. പണം സമ്പാദിക്കാനുള്ള, ജീവിതം മെച്ചപ്പെടുത്താനുള്ള നമ്മളുടെ ഓട്ടത്തിനിടയിൽ നാം മറന്നു പോകുന്ന ഒരു വ്യക്തിയുണ്ട്. അത് നമ്മളെ തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് ഹാപ്പി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ജീവിതം പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നില്ല. ആത്മഹത്യയിലേക്ക് പോകുന്ന ധാരാളം ആളുകളുടെയും അവസ്ഥ അവർക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ മനസ്സിന്റെ നിയന്ത്രണം അവരുടെ കൈവിട്ടു പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഈ ഒരു വർഷം പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്
നമ്മളുടെ ഭൗതികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കൂടി കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മളുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്ന, നമ്മുടെ ഉള്ളിലുള്ള ആ യഥാർത്ഥത്തിലുള്ള ആ പച്ചയായ മനുഷ്യന് ആ ഒരു വ്യക്തിത്വത്തെ, നമ്മളുടെ ആ ഒരു വ്യക്തിത്വത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് നിങ്ങൾ ഈ 2026 നടപ്പാക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു വർഷം മാത്രമല്ല, പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പുതുവർഷങ്ങളിലും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നലെ വരെ ജീവിച്ച നമ്മളുടെ ദുഃഖകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണെങ്കിൽ കൂടി ഇനി വരാൻ പോകുന്നത് നല്ല നാളുകൾ ആയിരിക്കും.